ചില കാര്യങ്ങൾ നമ്മളെ വളരെ ചിന്തയിലേക്ക് നയിക്കും. അങ്ങനെ നല്ല ചിന്തയിലേക്ക് നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടണം. അതിന് കുറച്ചൊരു വായനാശീലമൊക്കെ ആവശ്യം ആണ്. ഭൂരിപക്ഷം സമയവും നമ്മുടെ മനസ്സിനെ ഭരിക്കുന്നത് ആര് ഭരിക്കണം എന്നുള്ള കാര്യം രാഷ്ട്രീയം ഇങ്ങനെ ദൈനംദിന കാര്യമാണ്. പക്ഷെ ശാന്തിയും സമാധാനവും ആത്മവിശ്വാസവും കിട്ടണമെങ്കിൽ അതല്ലാത്തൊരു മണ്ഡലത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോകണം. ഈയിടെ ഒരു ദിവസം 24 മണിക്കൂർ എന്ന് തന്നെ പറയാം, എന്റെ മനസ്സിൽ ചിന്ത ഒരു കാര്യമായിരുന്നു. ഭീഷ്മാചാര്യ ശരശയ്യെ കിടന്നിട്ട് അനവധി കാര്യങ്ങൾ പറഞ്ഞു. എവിടെ കിടക്കണത്? ICUല്. അതുകൊണ്ട് വെന്റിലേറ്റർ എന്ന് പറഞ്ഞോളൂ. അവിടെ കിടക്കുമ്പോ പറഞ്ഞ കാര്യങ്ങള് വിഷ്ണു സഹസ്രനാമൊക്കെ അങ്ങനെ പറഞ്ഞതാണ്. അത് പിന്നീട് എഴുതിയെടുത്ത ഒരു രീതിയുണ്ട്, അത് വേറെ വിഷയം. ഈ ഭീഷ്മര് പറയാണ്, നിങ്ങൾ കേൾക്കാൻ ഞാനൊരു കഥ പറയാം. കഥ പറയുന്ന അതിനു വേണ്ടിയായിരിക്കണം. നിങ്ങൾക്ക് ഇപ്പോഴുള്ള മനസ്സമാധാനം നഷ്ടപ്പെടാനാവരുത് കഥ, നോവലും. പല നോവലും മരിക്കാൻ കിടക്കുന്നവൻ വായിച്ചാൽ ഒരു ദിവസം നേരത്തെ മരിക്കും. അങ്ങനെ അതിന്റെ കഥ. ഭീഷ്മര് പറഞ്ഞത് അങ്ങനെയല്ല. ഒരു അഹങ്കാരിയായിട്ടുള്ള ധനികൻ രഥം ഓടിച്ചു പോകുമ്പോ ഒരു മുനികുമാരന്റെ മേല് രഥം കയറി. മുനികുമാരൻ വ്രണപ്പെട്ടു വീണു. രഥം ഓടിച്ച് മറ്റാള് പോയി. ഈ മുനികുമാരൻ ചെറുപ്പക്കാരൻ, ആരും ശ്രദ്ധിക്കാനില്ല, ശുശ്രൂഷിക്കാൻ ആളില്ല, നടക്കാനും ബുദ്ധിമുട്ടായി. ഈ സമയത്ത് ഒരു കാര്യം തീരുമാനിച്ചു. മുനികുമാരന്റെ പേര് കശ്യപൻ എന്നൊക്കെയാണ്. ഒരേ പേരിൽ ധാരാളം കഥാപാത്രങ്ങൾ ഉണ്ടാവും കേട്ടോ. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചു. ജീവിച്ചിരിക്കണ്ട, മരിച്ചാൽ മതി എന്ന് പറയുന്ന എത്രയോ പേര് നമ്മുടെ ചുറ്റുമുണ്ട്. ജീവിച്ചിരിക്കണ്ട, എനിക്ക് മരിച്ചു കിട്ടിയാൽ മതി, ഇതിലൊന്നും ഒരു അർത്ഥമില്ല എന്ന് പറയുന്നവര് ധാരാളില്ലേ? അവര് കേൾക്കേണ്ടത് ഈ കഥയാണ്. അതാണോ ഇന്നത്തെ അത്യന്താധുനിക സാഹിത്യമാണോ വായിക്കേണ്ടത്? നാളത്തെ മരണം ഇന്നെണ്ണം ചാവാൻ തോന്നും. മരിക്കാൻ നിശ്ചയിച്ചപ്പോ ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് തോന്നി. ദേവേന്ദ്രൻ ഒരു കുറുക്കന്റെ രൂപത്തിൽ വന്നു. കുറുക്കൻ ചോദിച്ചു, എന്താ മുനികുമാര പരിപാടി? ഞാൻ മരിക്കാൻ പോവുകയാണ്. ഒരു സംശയം ചോദിക്കട്ടെ, ഞാനൊരു മൃഗമാണ്. 2 കൈകൾ മുനികുമാരന് ഇപ്പൊ പ്രവർത്തിക്കുക. 2 കൈകള് പ്രവർത്തിക്കും. നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായാലേ ഉള്ളൂ, അതേ ഉള്ളൂ. ഞാനൊരു നാൽക്കാലിയാണ്. എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ട് വന്നാൽ ആരാ സഹായിക്കുക? നായയെ കല്ലെറിയും, പാവം അതിന്റെ കാലൊടിയും. ആസ്പത്രിയിൽ പോയിട്ട് എക്സ്റേ എടുത്ത് വല്ല ചികിത്സ അതിന് കിട്ടുമോ? മരുന്ന് കിട്ടുമോ?
വിശ്രമിക്കാൻ പറ്റുമോ? ആഹാരം കിട്ടുമോ? ആഹാരത്തിന് തെണ്ടി നടക്കണ്ടേയിരിക്കും. അതിന് നടക്കാൻ പറ്റുമോ? ആ മുറിവ് ആര് മാറ്റും? ജീവജാലങ്ങളൊക്കെ ജീവിക്കുന്നില്ലേ? എന്റെ ശരീരത്തിൽ ചില ജീവജാലങ്ങൾ വന്ന് കുത്തും. അതിനെ ഓടിക്കാൻ എനിക്ക് കൈയുണ്ടോ? എനിക്ക് കൈയുണ്ടോ? ആ കൈകളില്ലാത്ത മൃഗങ്ങൾ അതിനെ കെട്ടിയിടും. ആ കെട്ടിയിടുന്നവർത്തിയിൽ മുഴുവൻ ഇരുമ്പിന്റെ പുറ്റുകളായിരിക്കും ചിലപ്പോ. ആരെങ്കിലും നോക്കുവോ? ഒരു ജീവിയാണെന്ന് വിചാരം ഉണ്ടാവുമോ? ആ ഇരുമ്പുകൾ അത് മുഴുവൻ അതിന്റെ മേൽ പൊതിഞ്ഞു വരുമ്പോ കൈകൊണ്ട് തട്ടാൻ പറ്റുമോ? സഹിക്കുക. ചുറ്റും തേനീച്ച വന്നു, ശരീരത്തിൽ കുത്തിലടങ്ങി. മനുഷ്യനായ നിനക്ക് എരിവിരി കൊണ്ട് ഇത് തട്ടി കളയാൻ കഴിയും. ഓടാൻ പറ്റും, കെട്ടിയിട്ടില്ല. ആര് സഹായിക്കും? ഞാനൊരു കുറുക്കനാണ് മുനികുമാര. എന്റെ കാലിലൊരു മുള്ളു തറച്ചു. എന്റെ കൈകൾ കൊണ്ട് ആ മുള്ളു എടുത്ത് കളയാൻ എനിക്ക് പറ്റുമോ? ചെറിയൊരു ചോദ്യമാണെങ്കിൽ എന്റെ മനസ്സിനെ ഇത് വേദനിപ്പിച്ചു. ആ പകല് മുഴുവൻ ഞാൻ പലരും പല വീട്ടുവർത്താനും നാട്ടുവർത്താനും ഇഷ്ടം പോലെ ശമ്പളവും പെൻഷനൊക്കെ കിട്ടിയിട്ട് ഈഗോ ക്ലേഷുമായിട്ട് നടക്കുന്ന കുറെ പേരെ കാണാൻ കഴിയും. വേണ്ടപ്പെട്ടവരാണ്, ബന്ധുക്കളാണ്, പരസ്പരം മിണ്ടാത്തവരുണ്ട്. ഇവരൊക്കെ ചിന്തിക്കുന്നുണ്ടോ ഇവർക്ക് കിട്ടിയ മനുഷ്യജന്മം എന്ന അനുഗ്രഹത്തെ കുറിച്ച്? ആ കുറുക്കൻ ചോദിച്ചാല് വല്ലാതെ ഫീൽ ചെയ്ത് മുള്ളു തറച്ചു. നമ്മുടെ കാലിലൊരു മുള്ളു തറച്ചാൽ എന്ത് സംഭവിക്കും? കൈ കൊണ്ട് ആ മുള്ളെടുത്ത് പറിച്ചാട് കളയാം. ആദ്യം നടക്കാൻ കഴിയില്ലെങ്കിൽ മനുഷ്യന് എവിടുന്നെങ്കിലൊക്കെ ആഹാരം കിട്ടും. അങ്ങനെ എത്ര പേരില്ലേ വെയ്യാതെ കിടക്കുന്നവർ? ഈ മുള്ള ആര് പറിച്ചു കളയും? ആ സമയത്ത് ഒരു ദൃശ്യം ഓർമ്മയിൽ വന്നു. ഒരു നായയെ കണ്ടപ്പോ ശരീരത്തിൽ ആയിരക്കണക്കിൽ ചെള്ളുകൾ കടിച്ചു പിടിച്ചിരിക്കുക. ആയിരക്കണക്കിന്. അതിന്റെ ജീവിതം എങ്ങനെ ഇരിക്കും? മരണത്തിനേക്കാ ഭയാനകമല്ലേ ആ ജീവിതം? അതിനെടുത്ത് കളയാൻ പറ്റുമോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കൊതു തുടങ്ങിയ സാധനങ്ങൾ കടിക്കുമ്പോ ഞങ്ങൾ മൃഗങ്ങൾക്ക് വല്ല രക്ഷയുണ്ടോ? തലച്ചുമടായിട്ട് സാധനങ്ങൾ കൊണ്ടുപോകുമ്പോ വിശ്രമിക്കാൻ അത്താണി ഉണ്ടാക്കി വെക്കും മനുഷ്യന്. പല സ്ഥലവും അത്താണി, അത്താണിക്കൽ എന്നൊക്കെ പേരുണ്ട്. ഒന്നുകൂടി ചെയ്യും, മൃഗങ്ങൾക്ക് മേലിൽ ചൊറിച്ച് എന്തെങ്കിലും വന്നാൽ ഉരുമാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമുള്ള പാറയുടെ അത്താണി പോലെ. അതിന്റെ ഒരു പേര് മറന്നു ഞാൻ പോയി. ഇന്ന് പതിവില്ല. കുറുക്കൻ ചോദിച്ചു, എത്ര ദുരിതമാണ് മൃഗങ്ങളായിട്ടുള്ള ഞങ്ങൾ അനുഭവിക്കുന്നത്. ഞാൻ പൂർവജന്മത്തില് ഇന്ന പോലെയായിരുന്നു, മനുഷ്യനായിരുന്നു, തെറ്റ് ചെയ്തു. ആ തെറ്റിന്റെ ശിക്ഷയാണ് മൃഗമായിട്ട് ജനിക്കുന്നത്. മുനികുമാര, പരിക്ക് പറ്റി, തൽക്കാലം ആരും നോക്കാനില്ല. 2 കൈകളുണ്ടല്ലോ, ആ കൈകൾ അനങ്ങുന്നുണ്ടല്ലോ. എന്തെല്ലാം സൗകര്യമാണ്
ഒരു മനുഷ്യന് കിട്ടിയിരിക്കുന്നത് എന്ന് ചിന്തിക്കണ്ടേ? അതും ദൈവസൃഷ്ടിയല്ലേ? കുറുക്കനായ ഞാനും ദൈവസൃഷ്ടിയല്ലേ? എന്നിട്ട് മരിക്കുക, ഇത്രയായിട്ട് ആത്മഹത്യ ചെയ്യുക. ഏത് തെറ്റ് ചെയ്തവനും മാപ്പ് കൂടാൻ. നമ്മുടെ ഇപ്പോഴത്തെ ലോകത്തെ ഞാൻ വിശദീകരിക്കുന്നില്ല. ഏത് തെറ്റ് ചെയ്തവനും ചോദിക്കുകയാണ്, ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചു? ആഹാരമൊക്കെ കഴിച്ചു. ജീവജാലങ്ങൾക്ക് ആഹാരം എവിടുന്ന് കിട്ടും? അമ്പ് നിറച്ചാൽ എടുത്ത് പറിച്ച് കളയാൻ പറ്റുമോ? പറ്റില്ല. ആ മുനികുമാരന്റെ കുറുക്കന്റെ വരികൾ ആ മുനികുമാരനെ സ്വാധീനിച്ചു. ആത്മഹത്യയിൽ നിന്ന് മാറി. ഇതാരാ പറയണത്? ഭീഷ്മാചാര്യർ. എവിടെ കിടന്നിട്ടാ പറയണത്? ശരശയ്യെ കിടക്കുന്നത്. ആ ശരശയ്യെ കിടക്കുന്ന ഭീഷ്മാചാര്യർക്കും എന്തൊക്കെ സൗകര്യമുണ്ട്? നമ്മുടെ ചുറ്റും കാണുന്ന സകല ജീവജാലങ്ങളും വൃക്ഷങ്ങളെക്കൂടെ മുകളിൽ ആണിയടിക്കാനൊന്നും ഒരു മടിയില്ല മനുഷ്യർക്ക്. ആ ജീവജാലങ്ങൾക്ക് കിട്ടാത്ത എത്രയോ പുണ്യം. പലപ്പോഴും വളർത്തുമൃഗങ്ങളെയൊക്കെ വളരെ ശ്രദ്ധിക്കണം. അവരുടെ സൗകര്യം കെട്ടിയിട്ടിരിക്കുകയാണ്. കൈകളുണ്ടല്ലോ, ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞു. ഇത് നമ്മൾ ചിന്തിക്കണം. ധന്യമേ ദിനം കേൾക്കുന്നവര് ചിന്തിക്കുന്നവരാണെന്ന് എനിക്കറിയാം. പലവരും വിളിക്കാറുണ്ട്. എല്ലാവരോടും നന്ദി പറയുന്നു. നമസ്കാരം.